മാനുഫാക്ചർ ഓഫ് പോർട്ട്ലാൻഡ് സിമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാൽക്കേരിയസ് മെറ്റീരിയൽസും അർഗിലേഷ്യസ് മെറ്റീരിയൽസുമാണ് റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. അതായത് ലൈംസ്റ്റോണും ചോക്കും ഷെയ്ലും ക്ലേയും. പിന്നെ ഈ റോ മെറ്റീരിയൽസ് എല്ലാം കൂടി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോ മെറ്റീരിയൽസ് എല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ സർട്ടൺ പ്രപ്പോർഷൻസിൽ മിക്സ് ചെയ്ത് മാറ്റും. പിന്നെ ഇതിനെ നമ്മൾ ബേൺ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട്, 1300 to 1500 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഇതെല്ലാം ബേൺ ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ പേരാണ് കിന്നെന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം കൂടി ബേൺ ചെയ്തതിന് ശേഷം ഇത് പാർഷ്യലി ഫ്യൂസ് ആയതിനു ശേഷം ഇതൊരു നോഡുലർ ഷേപ്ഡ് സ്ട്രക്ചറായിട്ട് മാറും. ആ നോഡുലർ ഷേപ്ഡ് സ്ട്രക്ചറിൻ്റെ പേരാണ് ക്ലിങ്കർ എന്ന് പറയുന്നത്. പിന്നെ ഈ ക്ലിങ്കറിനെ കൂളാക്കിയതിന് ശേഷം അതിനെ നമ്മൾ ഫൈൻ പൗഡറാക്കി ഗ്രൈൻഡ് ചെയ്യും. എന്നിട്ട് അതിനകത്തൊരു 3 to 5% ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ പേരാണ് പോർട്ട്ലാൻഡ് സിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ 2 ടൈപ്പ് പ്രോസസ്സുണ്ട്, വെറ്റ് പ്രോസസ്സും ഉണ്ട്, ഡ്രൈ പ്രോസസ്സും ഉണ്ട്. ഇനി അത് ഓരോന്നും ഏതാണെന്നായിരിക്കും നമ്മൾ നോക്കുന്നത്.